ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഞ്ചൽ മെസ്സേജ് ആണ്. ഏഞ്ചലിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാം ഏഞ്ചലിനോട്. എന്താണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽ പ്ലീസ് ഗിവ് മീ ദ ആൻസർ ഫോർ മൈ വ്യൂവേഴ്സ്. ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ കാര്യങ്ങൾ, അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആദ്യമായി കിട്ടിയിരിക്കുന്നത് പീസ്ഫുൾ റീസൊല്യൂഷൻ എന്നാണ്. താങ്ക് യു മൈ ഏഞ്ചൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഉടനെ തന്നെ ഒരു സമാധാനപരമായ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഏഞ്ചൽ പറയുന്നത്. സെക്കൻഡ് നമുക്ക് കിട്ടിയത് എന്താ നോക്കാം. ഇൻ ദ നിയർ ഫ്യൂച്ചർ, അടുത്ത് തന്നെ നിങ്ങളുടെ ഭാവിയിൽ, അടുത്ത് തന്നെയുള്ള ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് ഏഞ്ചൽ സാധിച്ചു തരും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക. അടുത്ത് കിട്ടിയിരിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഓക്കെ അല്ലാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക. നിങ്ങൾക്ക് വിഷമമോ സങ്കടമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ, അതുപോലെയുള്ള യോഗ, എന്താണ് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്നത് ആ കാര്യത്തിലേക്ക് പോകാനാണ് ഏഞ്ചൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഏഞ്ചൽ മെസ്സേജ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽ പറയുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് ബോട്ടം ഓഫ് ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും, ഇത് എന്ത് ബാഡ് സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നെങ്കിലും ഏഞ്ചൽ പ്രോമിസ് നൽകുകയാണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആക്കാൻ സാധിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂണിവേഴ്സ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡിവൈൻ എനർജി. ഏഞ്ചൽ നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ കൂടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. താങ്ക് യു മൈ വ്യൂവേഴ്സ്.